ദില്ലി മദ്യനയ കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന ഇഡിയുടെ ഹർജിയിൽ ദില്ലി കോടതിയുടെ ഉത്തരവ് അല്പസമയത്തിനകം. മദ്യനയ ഇടപാടിൽ കെജ്രിവാളിന് നേരിട്ട് പങ്കെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറയുന്നു. എന്നാൽ കേസ് കെട്ടിച്ചമച്ചതെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. അതേസമയം അറസ്റ്റ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാരോപിച്ച് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ആദ്യം കോടതിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത്? വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കോടതിയിൽ കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. 600 കോടിയുടെ കോഴ ഇടപാട് നടന്നു. കോഴ വാങ്ങാൻ നിർബന്ധിച്ച് നേരിട്ട് സമ്മർദ്ദം ചെലുത്തുന്ന അവസ്ഥ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൽ നിന്നും ഉണ്ടായി എന്നിങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കോടതിക്ക് മുമ്പാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്താകും ഈ ഹർജിയിലെ ഉത്തരവ്? ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന് മുന്നിലാണുള്ളത്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും എത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമായും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ കണ്ടത്. ഇതിൽ പ്രധാനമായും ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഈ അടുത്ത കാലത്തായി എടുത്ത ഏകദേശം 15ലധികം നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എടുത്ത നടപടികളും BJP സർക്കാർ സ്വീകരിച്ച നടപടികളെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടത്. ഇതിൽ പ്രധാനമായും സ്വതന്ത്രവും നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിയുമ്പോൾ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇത്തരത്തിൽ ഓരോ സംസ്ഥാനത്തെയും DGP-മാരെയും ചീഫ് സെക്രട്ടറിമാരെല്ലാം തന്നെയും മാറ്റാനുള്ള അധികാരമുണ്ട്. അങ്ങനെ മാറ്റാറുണ്ട്. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു തലപ്പത്തുനിന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയോ അല്ലെങ്കിൽ CBI-യുടെയോ ആദായ നികുതി വകുപ്പിൻ്റെയോ തലപ്പത്തു നിന്നും ഇതുവരെയും ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തലപ്പത്തും മാറ്റം വരുത്തുന്ന രീതിയിൽ ഇടപെടണം എന്ന ആവശ്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷ സഖ്യ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഏജൻസികളുടെ നടപടി പ്രതിപക്ഷത്തിനെതിരെ മാത്രമാണെന്നും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ സീതാറാം യെച്ചൂരിയും KC വേണുഗോപാലും കൂടാതെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളും DMK അംഗങ്ങളെല്ലാം തന്നെ അടങ്ങുന്ന പ്രതിപക്ഷ നേതൃനിര ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ഏകദേശം 1 മണിക്കൂറോളം ഈ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിയ 15ലധികം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവ കൃത്യമായി അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടത്. ഇനി ഇതിൽ കമ്മീഷണർക്ക് കൃത്യമായി ഇവർ വിവരങ്ങൾ ധരിപ്പിക്കുകയും ഇവരുടെ ആശങ്കകൾ ഇവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്കയാണ് ഇവർ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചിട്ടുള്ളത്. നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീലിമ, അതായത് സിബി, ഇന്ത്യ സഖ്യം ഒന്നാകെ ഈ രാജ്യവ്യാപകമായ നേതാക്കൾ വലിയ പിന്തുണയാണ് അരവിന്ദ് കെജ്രിവാളിന് നൽകുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടതിലൂടെ മനസ്സിലാക്കുന്നത്. ഈ നേതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു? അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഇന്ത്യ സഖ്യ നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ്? 4 or 5 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനു അഭിഷേക് സിംഗ്വി അല്പസമയം മുമ്പ് പ്രതിപക്ഷ സഖ്യത്തെ നയിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞതൊപ്പം സീതാറാം യെച്ചൂരിയും ഇക്കാര്യത്തിൽ വലിയ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ നേതാക്കൾ എന്താണ് പറയുന്നത്? നീലിമ, ഇതിൽ പ്രധാനമായും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് സുതാര്യവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് കമ്മീഷൻ മുൻപാകെ വെച്ചത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടമെല്ലാതിനെയും നിലവിൽ വന്ന ശേഷം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്. മാത്രമല്ല, ഇതിൽ ഈ പ്രതിപക്ഷത്തിനെതിരെ മാത്രമാണ് ഇത്തരം നടപടികൾ തുടരുന്നത്. കഴിഞ്ഞ ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് BJP സർക്കാർ വേട്ടയാടുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ
അറസ്റ്റ് മാത്രമല്ല ഏകദേശം 15ലധികം നടപടികൾ പ്രതിപക്ഷത്തിനെതിരായ നടപടികളെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അക്കമട്ട് നിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിക്കാഴ്ചയിൽ ബോധ്യപ്പെടുത്തിയത്. മാത്രമല്ല ഇതിൽ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും DGPമാരെയും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിമാരെല്ലാം തന്നെയും മാറ്റാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഈ അധികാരം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തലപ്പത്തുള്ളവരെ മാറ്റാൻ കൂടി ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന ഈ CBI, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ്, ഇത്തരം കേന്ദ്ര അന്വേഷണ ഏജൻസികളുള്ള തലപ്പത്തും മാറ്റം വരുത്തണം, അതിൽ ഇടപെടണം എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും വലിയ ആശങ്കയാണ് ഈ പ്രതിപക്ഷ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കുവച്ചത്. സുതാര്യവും നിഷ്പക്ഷവുമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും 15ലധികം സംഭവങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് അത് കൃത്യമായി ഇത്തരത്തിൽ എഴുതി തയ്യാറാക്കി ഇത് കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വിയും KC വേണുഗോപാലും സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണെന്ന് പറയേണ്ടി വരും.